ഭക്ഷണത്തിന്റെ രുചി കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ കടയുടെ ലുക്ക് കൊണ്ടുകൂടി ചില ഹോട്ടലുകൾ പ്രസിദ്ധമാകും. ചെന്നൈയിലെ അത്തരത്തിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇനി. ചെന്നൈയിലെ മൈലാപ്പൂരിലെ കപാലീശ്വർ ക്ഷേത്രത്തിനടുത്തുള്ള ജനൽക്കടയിലെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് ചെന്നൈക്കാരുടെ പ്രിയപ്പെട്ട ജനൽക്കട. വാതിലില്ല, നെയിം ബോർഡില്ല, മേശയോ കസേരകളോ ഇല്ല. ഈ ജനൽ തുറക്കുന്നതാണ് ഹോട്ടൽ തുറന്നു എന്നുള്ള സിഗ്നൽ. ഈ സിഗ്നൽ കിട്ടിയാൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. കച്ചവടമെല്ലാം ഈ ജനലിന് ഉള്ളിലൂടെ തന്നെ. രാവിലെ 8 മണിയോടെ ജനൽ തുറക്കും. കാലത്ത് ഇഡലിയും പൊങ്കലും വടയും ചട്നിയും ഒക്കെ കിട്ടും. 9:30 പൂരിയും റെഡിയാകും. വൈകിട്ട് വിവിധ തരം ബജ്ജികളാവും ഉണ്ടാവുക. 18 വർഷമായുള്ള ജനൽക്കട തുടങ്ങിയത് ശിവരാമകൃഷ്ണൻ എന്നയാളാണ്. കോവിഡ് ബാധിച്ച് അദ്ദേഹം മരിച്ചു. പിന്നീട് മക്കളും ചെറുമക്കളും കട ഏറ്റെടുത്തു. ஐடியா தோணுச்சு. ஏன்னா எங்கேயுமே இதுமாரி இது பண்ணதில்லை. இதான் ஃபஸ்ட் டைம். எல்லாத்தையும் தள்ளுவண்டி வச்சுருப்பாங்க, கட்டை கட்டி வச்சுருப்பாங்க, ஹோட்டல் மாரி வச்சுருப்பாங்க. ஆனால் தாத்தாவோட ஐடியா தான் இது. தாத்தா ஆரம்பித்து இதுமாரி யாரும் ஆரம்பிக்கல, அதுமாரி நம்ம புதுசாக ஆரம்பிக்கலாம் அப்படின்னாங்க. വിലക്കുറവും ഭക്ഷണത്തിൻ്റെ രുചിയുമാണ് തങ്ങളെ ഇവിടേക്ക് വീണ്ടും എത്തിക്കുന്നതെന്നാണ് ജനൽക്കടയിൽ സ്ഥിരമെത്തുന്നവർ പറയുന്നത്. സത്യത്തിൽ ഈ കട പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം കൂടിയുണ്ട്. പരിമിതമായ സാഹചര്യമാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയായി ചെയ്താൽ, നമ്മുടെ ആശയങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ പിൽക്കാലത്തെങ്കിലും അത് വലിയ രീതിയിൽ ക്ലിക്കാകും, സ്വീകരിക്കപ്പെടും. എന്തായാലും ഈ കട തുടങ്ങിയ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു തോട്ടിനാണ് മാർക്കിടേണ്ടത്. അതിന് 100 മാർക്ക് നൽകുകയും വേണം. എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു. ഒരുപാട് തിരക്കുണ്ട്. ദിവസം തോറും ആളുകൾ ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.